ഹവാറി ഫ്രാൻസ് റൈനോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എലിസബത്ത് ഉദയൻ ആ പേര് എല്ലാവർക്കും സുപരിചിതമാണ്. അതായത് ബാലയുടെ മൂന്നാം ഭാര്യ. ഒരുപാട് വിവാദങ്ങൾ അവർ നിറഞ്ഞു വന്നിരുന്നു. ബാലയ്ക്കെതിരെ ഈ ഇടയ്ക്കായിട്ട് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബാലയ്ക്കെതിരെ കൂടുതൽ തെളിവായിട്ട് ചാനലിൽ തന്നെയായിരുന്നു. ഒരുപാട് പേര് ഡിപ്രഷനിലും അതുപോലെ തന്നെ വൈജഗതിയായിട്ടാണ് ബാലയോടൊപ്പം ജീവിച്ചിരുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട്. അത് തെളിവ് സഹിതം നമ്മളൊരു വീഡിയോ അവരുടെ പഴയ ചാനലിൽ കണ്ടാൽ മതിയാണ്. ഓണസദ്യ കൊടുക്കും, പിറന്നാൾ സദ്യ എങ്ങാണ്ട് കൊടുത്തപ്പോൾ കൈ പിടിച്ച് ജീവിച്ചിരിക്കുന്നത് അതൊരു ചെറിയൊരു സാമ്പിൾ മാത്രം അദ്ദേഹം കാണിച്ചു. അതിനപ്പുറം ദുരിതങ്ങളായിട്ട് ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുന്നത്. ഓരോ ദിവസവും വരുന്ന ഭീതിയോടെയാണ് അത് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ ബാലയുടെ മൂന്നാം വിവാഹം വരുന്നത്. അതുവരെയായിട്ട് ഇവർ വേർപിരിഞ്ഞ വാർത്തയോ ഒന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോൾ എലിസബത്ത് അവശ നിലയിൽ ആശുപത്രി കിടക്കുന്നത്. എന്തോ അസുഖം വന്ന് ട്യൂബൊക്കെ വെച്ചിട്ടാണ്. അവർ പറയുന്നത് എൻ്റെ ഒരു നീതി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മരിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ മുൻ ഭർത്താവ് അതായത് ബാലയാണ് എന്നൊക്കെ രീതിയിൽ. നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് വരാം. ബാക്കി കേൾക്കുക. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല പറയുന്നത്. അതായത് പലവരും മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല. അപ്പം നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പണമുണ്ട്, 200 കോടി സ്വത്തല്ലേ ഉള്ളൂ. പൈസ ഉള്ളവൻ എന്തും ആകാലോ. കാശ് കൊടുത്ത് മറച്ചു കഴിഞ്ഞാൽ എന്തും ആകാം. ഇവരുടെ സ്ഥിതി വളരെ കഷ്ടകര തന്നെയാണ്. അന്ന് പല വീഡിയോയും ഇവർ ബാലയ്ക്കെതിരെ ഉന്നയിച്ചപ്പോൾ മുഖം വെച്ചുകൊണ്ടല്ല ചെയ്ത്, മറച്ച് വെച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വന്നു. അവരെപ്പോഴും പറയുമ്പോൾ തന്നെ ഒരു ഭയം അവരുള്ളിൽ. ഓവർ ഡിപ്രഷൻ എടുക്കുന്നുണ്ട് അവർ. പെട്ടെന്ന് ഭയം ഉണ്ടാകും. കാരണം ഡോക്ടറെ സംബന്ധിച്ച് ഭയം അങ്ങനെ പാടില്ല. കാരണം നമുക്കറിയാമല്ലോ, ചോരയൊക്കെ കിടന്ന് ഏത് രോഗിയാണ് ചികിത്സിക്കുന്നത്. അപ്പം ആ ഒരു ഭയം പാടില്ല. പക്ഷെ അതിനുമേൽ ഒരു ഭയം അവർ കണ്ടമാനം വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ ഈ ബാല ഇപ്പോൾ വളരെയധികം എലിസബത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ബാലയുടെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം, എന്തോ അദ്ദേഹത്തിൻ്റെ കരൾമാറ്റൊരിക്കലും എന്തോ ശസ്ത്രക്രിയയ്ക്ക് ആദ്യം തുടക്കം തൊട്ട് അവസാനം വരെ കൂടെ നിന്നയാളാണ് എലിസബത്ത്. പക്ഷെ അതുപോലും മറന്നുകൊണ്ട് എലിസബത്തിനെ ബാല തള്ളിപ്പറയുകയാണ്. പിന്നെ ഒരുപാട് കൊടിയ പീഡനങ്ങൾ അത് നേരിട്ടുണ്ട്. അത് ഇപ്പം അമൃതയ്ക്കാണെങ്കിലും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അമൃതയുടെ ഒരു ധൈര്യത്തിൻ്റെ ഒരു പകുതി പോലും എലിസബത്തിലില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇവർ തനിയെ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. പലരും ഈ പുതിയ കല്യാണം കഴിച്ചപ്പോൾ എലിസബത്ത് എന്ത് ചെയ്യുന്നു പോലും, അവരുടെ ഡൈവോഴ്സ് വാർത്തയൊന്നും നമ്മൾ കേട്ടില്ല. ഒരു പ്രായത്തിൽ വന്ന് ബാല കല്യാണം കഴിച്ചു കോഹ്ലിയെ. ഇപ്പോൾ എന്താണെന്നറിയില്ല. ഇപ്പോൾ വളരെ ശോകമായൊരു അവസ്ഥയാണ്. എങ്കിലും ഇവർക്കൊരു സഹായമോ സാമ്പത്തിക ഇതോ അവരുടെ പരാതിക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായി പറയുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ എലിസബത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, നമ്മൾ ആ വിമാന ദുരിതം ഉണ്ടായപ്പോൾ മുന്നിൽ നിന്ന് ആ ഒരു ഡോക്ടർ എന്നല്ല നല്ല കടമയൊക്കെ ചെയ്തതാണ്. അവരെ ആ രക്ഷിച്ചൊരു കടന്നു കൊടുത്തിട്ടെങ്കിലും ഇവരുടെ പരാതിക്കോ ഉള്ള സാമ്പത്തികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്തിനാലും ചെന്ന് ഇവർക്കൊരു അസുഖമൊക്കെ ഇവരുടെ നിയമ നടപടികളുടെ സംരക്ഷണവും ഗവൺമെൻറ് നടപ്പാക്കണം. അത്രയൊക്കെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എലിസബത്ത് വേഗം സുഖം പ്രാപിക്കട്ടെ, അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വ്ളോഗ്സ് സൈനിങ് ഔട്ട്.